കഥയാരംഭിക്കുന്നത് 1985-ലാണ്. ഷാസിയ ബാനു ഇന്റർവ്യൂ ചെയ്യപ്പെടുകയായിരുന്നു. ഇന്റർവ്യൂവിൽ ഷാസിയ പറഞ്ഞു, ഈ ഒരു പോരാട്ടം ഇത് ചെയ്യണം എന്നെനിക്കുണ്ടായിരുന്നതേയല്ല. പക്ഷേ ഞാൻ ആ നിർബന്ധിതാവസ്ഥയിൽ എത്തപ്പെടുകയായിരുന്നു. യാഥാർത്ഥ്യത്തിൽ ഞാൻ എന്റെ ഭർത്താവ് അബ്ബാസിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. 10 കൊല്ലം നീണ്ട അവരുടെ കോർട്ടിലെ ആ വഴക്ക് ഇന്ത്യയിലെ തന്നെ വലിയ ചർച്ചാ വിഷയമായി മാറും എന്നൊരിക്കലും ഷാസിയ കരുതിയിരുന്നതേയില്ല. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. വർഷം 1967. അബ്ബാസിന്റെയും ഷാസിയ ബാനുവിന്റെയും ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഇരുവരും കണ്ടിഷ്ടപ്പെട്ട് കുടുംബത്തിന്റെ മധ്യസ്ഥതയിൽ തന്നെ എല്ലാ സ്നേഹത്തോടുകൂടിയും പരസ്പരം വിവാഹം കഴിച്ചു. കാസിയെത്തി പെണ്ണിന്റെയും ആണിന്റെയും അനുവാദം ചോദിച്ചായിരുന്നു വിവാഹം. വിവാഹത്തിനു ശേഷം അബ്ബാസിന്റെ വീട്ടിൽ ഷാസിയ ബാനു ഒരു റാണിയെ പോലായിരുന്നു ജീവിച്ചു തുടങ്ങിയത്. അബ്ബാസ് തന്റെ ഭാര്യയെ അത്രമേൽ പരിഗണിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു. അബ്ബാസ് അവിടുത്തെ ഏറ്റവും അറിയപ്പെടുന്ന വക്കീൽ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു. പോരാത്തതിന് അബ്ബാസും വക്കീലാണ്. എല്ലാം നല്ല രീതിയിൽ പോവുകയായിരുന്നു. ആ സമയത്താണ് ഒന്ന് സംഭവിച്ചത്. അവരുടെ അയൽക്കാരനായ ഒരു മൊല്ല അവരുമായി വലിയ പ്രശ്നം തന്നെ ഉണ്ടാക്കി. അവരുടെ വീടിന്റെ ഒരു ഭാഗം അബ്ബാസിന്റെ വീടിന്റെ ഭാഗത്തേക്ക് ചാഞ്ഞു നിൽക്കുകയായിരുന്നു. അത് പൊളിച്ചുമാറ്റി ആ ഭാഗത്ത് മനോഹരമായൊരു ഗാർഡൻ തീർക്കാൻ ബാനു പദ്ധതിയിട്ടു. ബാനു അതുമായി മുമ്പോട്ട് പോകുമ്പോ അയൽവാസി വഴക്കുണ്ടാക്കാൻ വന്നു. ഒരു പെണ്ണങ്ങനെ സംസാരിക്കുന്നു എന്നതുപോലും അയാൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു പെണ്ണ് ശബ്ദമുയർത്തുന്നു. തന്റെ ഭാര്യയെ ഉപദ്രവിക്കുകയും ഭാര്യയെ അടിമയെപ്പോലെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ മനുഷ്യന് ബാനുവിന്റെ പ്രവൃത്തികൾ വലിയ തെറ്റായിട്ടായിരുന്നു തോന്നിയത്. ബാനു പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോ മിണ്ടിപ്പോരുത് എന്ന് വലിയ രീതിയിൽ ഒച്ചവെച്ച് അയാൾ അവിടുന്ന് മാറി നേരെ അബ്ബാസിനെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു. ഒക്കെ കേട്ട അബ്ബാസ്, ബാനു ഇത്തരത്തിലൊക്കെ പറഞ്ഞോ എന്ന തരത്തിലായിരുന്നു ചോദിച്ചത്. പക്ഷേ പിന്നീട് അവരെ നേരിട്ട് കണ്ടപ്പോ അബ്ബാസ് അവരോട് പറഞ്ഞു, ബാനു നിങ്ങളോട് അന്ന് പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞതൊന്നും തീരെ ശരിയായില്ല. അത് അവളുടെ വീടല്ലല്ലോ, എന്റെ പേരിലല്ലേ വീടുള്ളത്. അപ്പൊ അവിടെ നിന്നെങ്ങനെ അവള് പോലീസിനെ വിളിക്കും? നിങ്ങൾക്കെതിരെ കംപ്ലൈന്റ് പറയുമെന്നൊക്കെ പറയും. അത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ വീട് അവളുടെ പേരിലേക്ക് അങ്ങ് മാറ്റി. ഇനിയിപ്പോ അവളുടെ വീടിന്റെ അതിർത്തിയിലേക്ക് കടന്നു കയറിയാലോ അല്ലെങ്കിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലോ വീട്ടിൽ നിന്ന് അവൾക്ക് പോലീസിനെ വിളിക്കാലോ. അയൽവാസിക്ക് മുഖത്തടിയേറ്റ പോലായിരുന്നു അനുഭവപ്പെട്ടത്. അബ്ബാസ് തന്നോട് കാണിക്കുന്ന കെയറിങ്ങും സ്നേഹവും ബാനുവിനും അത്രമേൽ സന്തോഷമുണ്ടാക്കി. നാളുകൾ വളരെ വേഗം കടന്നുപോയി. അവർക്ക് ആദ്യത്തെ കുട്ടി പിറന്നു. അബ്ബാസ് ആകട്ടെ ചിലവുകളും മറ്റും കൂടിയതോടെ ജോലിയിൽ കുറച്ചധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. ബാനുവിന് അത് വിഷമം തീർക്കുന്നുണ്ടായിരുന്നു. പഴയ പോലെ ഒരുപാട് സമയം അബ്ബാസിനെ ഇപ്പോൾ കൂടെ കിട്ടുന്നില്ല. എന്നിരുന്നാലും കുടുംബത്തിന്റെ സാഹചര്യവും ഒക്കെ മനസ്സിലാക്കി ബാനു മുമ്പോട്ട് ജീവിച്ചു. തന്റെ കുടുംബം നന്നായി ജീവിക്കാൻ ആ വീട് അവൾ ബിൽഡ് ചെയ്യാൻ ആരംഭിച്ചു. വർഷങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അവർക്ക് രണ്ടാമത്തെ കുട്ടി പിറന്നു. അബ്ബാസിന്റെ ജോലി തിരക്ക് കൂടുതലായി ഏറി വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. കുട്ടികൾ വളർന്നു വന്നുകൊണ്ടിരുന്നു. വീട്ടിൽ എന്ത് കാര്യമുണ്ടെങ്കിലും അപ്പോൾ തന്നെ ബാനു അബ്ബാസിനെ വിളിക്കും. ഒരു ദിവസം അബ്ബാസിന് ഇതിൽ വലിയ ദേഷ്യം വന്നു. അബ്ബാസ് പറഞ്ഞു, ഇങ്ങനെ എടുത്തതിനും പിടിച്ചതിനും എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കരുത്. എനിക്ക് ജോലിയുള്ളതാണ്. ഇനി നീ ഇങ്ങനെ വിളിച്ചാ ഞാൻ വീട്ടിലെ ഫോൺ കട്ട് ചെയ്യും. ബാനുവിന് അതിൽ വല്ലാതെ എന്തോ പോലെ തോന്നിയിരുന്നു. ബാനു അപ്പോൾ ഗർഭിണിയുമായിരുന്നു. അന്ന് അബ്ബാസ് വരുമ്പോ വിഷമത്തോടെ അവൾ തിരിഞ്ഞിരുന്നു. അബ്ബാസ് വന്ന് തന്നെ ആശ്വസിപ്പിക്കുമെന്ന് കരുതി. പക്ഷെ അബ്ബാസ് പാകിസ്ഥാനിലേക്ക് അവിടെയുള്ള ചില സ്വത്തുക്കളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് പോകണമെന്ന് പറഞ്ഞിട്ടായിരുന്നു അങ്ങോട്ടേക്ക് വന്നത്. തന്നോട് മുഷിപ്പും ദേഷ്യവും തോന്നണ്ടെന്ന് കരുതി ബാനു അബ്ബാസിനടുത്തേക്ക് ചെന്നു. അബ്ബാസിന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു കൊടുത്തു. വൈകാതെ 3 ആഴ്ചക്കുള്ളിൽ മടങ്ങി വരും എന്ന് പറഞ്ഞ് അബ്ബാസ് പാകിസ്ഥാനിലേക്ക് പോയി. നാളുകൾ മുമ്പോട്ട് പോയി. പലപ്പോഴും പാകിസ്ഥാനുള്ള അബ്ബാസിനെ കണക്ട് ചെയ്യാൻ ബാനു ശ്രമിച്ചെങ്കിലും കോൾ കണക്ട് ചെയ്തു പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. അബ്ബാസ് തിരിച്ചു വിളിക്കുന്നുമുണ്ടായിരുന്നില്ല. 3 ആഴ്ച എന്ന് പറഞ്ഞു പോയ വ്യക്തി 3 മാസത്തിനു ശേഷമാണ് തിരികെ വന്നത്. അബ്ബാസ് തിരിച്ചു വന്ന സന്തോഷത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ദേഷ്യം മുഴുവൻ ബാനുവിന്റെ ഉള്ളിൽ നിന്നും മാഞ്ഞുപോയിരുന്നു. പക്ഷെ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഞെട്ടലിലേക്കാണ് അത് വഴിവെക്കുന്നത് എന്ന് ബാനു അപ്പോൾ മനസ്സിലാക്കിയില്ല. അബ്ബാസിന്റെ കൂടെ അബ്ബാസിന്റെ അമ്മയും സഹോദരിയുമൊക്കെ വന്നിരുന്നു. കൂട്ടത്തിൽ മറ്റൊരു പെൺകുട്ടിയുമുണ്ട്. അബ്ബാസ് മറ്റൊരു വിവാഹം ചെയ്തിരിക്കുന്നു. അതും അബ്ബാസിന്റെ ആന്റിയുടെ മകളെ. അതിനെപ്പറ്റി ബാനുവിനോടൊന്ന് സംസാരിക്കുകയോ അനുവാദം വാങ്ങുകയോ ഒന്നും ചെയ്തിരുന്നില്ല. സൈറ എന്നായിരുന്നു അബ്ബാസ് വിവാഹം കഴിച്ച ആ പെൺകുട്ടിയുടെ പേര്. ബാനുവിന് ഒരു തരത്തിലും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അബ്ബാസിന്റെ ഉമ്മയാകട്ടെ അബ്ബാസിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. നോക്കുമോളെ, സൈറ അബ്ബാസിന്റെ മാമയുടെ മകളാണ്. അവളുടെ വിവാഹം ആദ്യം കഴിഞ്ഞതായിരുന്നു. പക്ഷെ ആ ഭർത്താവ് ദുഷ്ടനായൊരു മനുഷ്യനായിരുന്നു. അവളെ ഒരുപാട് ഉപദ്രവിക്കും, കഷ്ടപ്പെടുത്തും. ഒടുവില് ഒരുപാട് പ്രായവ്യത്യാസമുണ്ടായിരുന്ന അവളുടെ ഭർത്താവ്
മരണപ്പെട്ടു. അവിടെ ചെന്നപ്പോ അവന്റെ ആന്റി ഒരുപാട് ദുഃഖത്തിലായിരുന്നു. എനിക്ക് അവളോട് ഒരുപാട് കടപ്പാടുള്ളതാണ്. അതിനു പകരമായി എനിക്ക് അവൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് അബ്ബാസിനോട് അവളെ വിവാഹം കഴിക്കാൻ പറയൽ മാത്രമായിരുന്നു. ഞാൻ നിർബന്ധിച്ചതുകൊണ്ട് അബ്ബാസ് അവളെ വിവാഹം ചെയ്തത്. അവന്റെ പേരിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഉമ്മ എന്തൊക്കെ പറഞ്ഞാലും ഷാസിയ ബാനുവിന് അത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഉമ്മ വീണ്ടും വിശദീകരിച്ചു, നമ്മുടെ സൗഭാഗ്യങ്ങളൊക്കെ പങ്കുവെക്കണം എന്നാണ് മതം പഠിപ്പിക്കുന്നത്. നീ അവളെ നിന്റെ അനിയത്തിയായി സ്വീകരിച്ചാൽ അത് വലിയ കാര്യമായിരിക്കും. ബാനുവിന്റെ നിയന്ത്രണം വിട്ടു. അവൾ ദേഷ്യത്തിൽ പറഞ്ഞു, പങ്കുവെക്കാൻ ഇത് ബിരിയാണിയൊന്നുമല്ല. അവളുടെ ദേഷ്യവും ആ പറച്ചിലുമൊന്നും അബ്ബാസിന്റെ ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഏകദേശം സൈറ പുറത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറോളം പിന്നിട്ടിരുന്നു. ചുറ്റുവട്ടത്തുള്ളവർ നോക്കി നിൽക്കുന്നുണ്ട്. ഒടുവിൽ അബ്ബാസിന്റെ ഉമ്മ തന്നെ പറഞ്ഞു, സൈറയെ അങ്ങനെ വിഷമിപ്പിക്കാനൊന്നും പറ്റില്ല. ഈ ലോകത്ത് ഒരാൾക്ക് 2ാം ഭാര്യ ഉണ്ടാകുന്നത് ആദ്യത്തെ കാര്യമൊന്നുമല്ലല്ലോ. നീ പോയി സൈറയെ വിളിച്ചുകൊണ്ടുവാ. അബ്ബാസിനോട് ഉമ്മ പറഞ്ഞതും അബ്ബാസ് പോയി സൈറയെ കൂട്ടിക്കൊണ്ടുവന്നു. ബാനുവിന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അന്ന് രാത്രിയിൽ അബ്ബാസ് ബാനുവിന്റെ അടുത്തെത്തി. ശേഷം അവളോടായി പറഞ്ഞു, ഇന്ന് രാവിലെ നീ എന്റെ അഭിമാനം കാത്തു. നീ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. നീ മനസ്സിലാക്കണം, നീ എന്റെ ആദ്യ ഭാര്യയാണ്. എന്റെ എല്ലാ സ്നേഹവും എല്ലാ പരിഗണനയും ആദ്യമെത്തുക എപ്പോഴും നിന്നിലേക്ക് തന്നെയായിരിക്കും. സൈറയെ നിർബന്ധിതാവസ്ഥയിൽ എനിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നതാണ്. ഞാൻ നിന്നെ ഇപ്പോഴും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് കേട്ടതും ബാനുവിന് ചെറിയൊരു ആശ്വാസം തോന്നി. പക്ഷെ അപ്പോഴും തന്നിലേക്ക് എത്തിച്ചേർന്ന ആ വിധിയെ അംഗീകരിക്കാൻ അവൾക്ക് പെട്ടെന്ന് അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നില്ല. അവർ താമസിക്കുന്ന വലിയ വീടിനോട് ചേർന്ന് ഒരു ഔട്ട് ഹൗസ് ഉണ്ടായിരുന്നു. ബാനു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിരുന്നത് ആ ഔട്ട് ഹൗസിന്റെ മുമ്പിലാണ്. ആ വീട്ടിൽ അവർ സൈറയെ താമസിപ്പിച്ചു. സൈറ എത്തുമ്പോൾ ആകെ മുഷിഞ്ഞ ചെറിയൊരു വീടായിരുന്നു അത്. പതിയെ പതിയെ ഉമ്മ സൈറയെ ബാനുവുമായി അടുപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. ബാനുവും മടിയോടെയാണെങ്കിലും സൈറയെ കുടുംബത്തിലേക്ക് ചേർത്തു. ജോലികളിൽ അവളെ പങ്കെടുപ്പിക്കാൻ ആരംഭിച്ചു. പക്ഷേ സൈറയ്ക്ക് പലപ്പോഴും കൂടുതൽ പരിഗണന കിട്ടുന്നത് ബാനുവിന് ചെറിയ അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ആദ്യമൊക്കെ ബാനുവിനെ വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെയായിരുന്നു സൈറ വിളിച്ചിരുന്നതും സംസാരിച്ചിരുന്നതും. എല്ലാത്തിനും ബാനുവിനടുക്കൽ ചെന്ന് അനുവാദം വാങ്ങും. എന്തിനേറെ പറയുന്നു, വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം എന്നുപോലും സൈറ വന്ന് ബാനുവിനടുക്കൽ പറഞ്ഞു. ഗർഭിണിയായിരുന്നിട്ടും സൈറയെ പുറത്തു കൊണ്ടുപോയി സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ബാനു തയ്യാറായി. അവർ പുറത്തു പോയപ്പോ മേക്കപ്പ് ഐറ്റംസും പെർഫ്യൂംസും അണ്ടർഗാർമെന്റ്സും ബെഡ്ഷീറ്റും ഒക്കെ വാങ്ങാൻ ശ്രമിച്ചു. പക്ഷേ സൈറ ഓരോന്ന് എടുത്തു പറയുമ്പോ ബാനു അത് വേണ്ട, അത് വില കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് ബാനുവിന് പറ്റിയതായിരുന്നു സൈറക്ക് വാങ്ങിക്കൊടുക്കാൻ ശ്രമിച്ചത്. ഒരു ഘട്ടത്തിൽ സൈറ പൊട്ടിത്തെറിച്ചു, പ്രതികരിച്ചു. നിങ്ങൾ ഈ കാണിക്കുന്നത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനിവിടെ നിങ്ങളുടെ ഔദാര്യത്തിനോ ചാരിറ്റിക്കോ വേണ്ടി വന്നതൊന്നുമല്ല. ഞാൻ അബ്ബാസിന്റെ ഭാര്യയാണ്. നിങ്ങൾ എനിക്ക് വാങ്ങിത്തരുന്നതൊക്കെ അബ്ബാസിന് ഇഷ്ടപ്പെടാത്ത സാധനങ്ങളാണ്. കോട്ടൺ ബെഡ്ഷീറ്റും കോട്ടൺ അണ്ടർഗാർമെന്റ്സും നിങ്ങൾ വാങ്ങിത്തന്ന പെർഫ്യൂമുമൊന്നും അബ്ബാസിന് ഇഷ്ടമല്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? കാര്യം ശരിയായിരിക്കും. നിങ്ങളായിരിക്കും അബ്ബാസിന്റെ ആദ്യ ഭാര്യ. അബ്ബാസ് നിങ്ങളോട് എന്താണ് പറഞ്ഞത് എന്നെനിക്കറിയില്ല. നിർബന്ധിതാവസ്ഥ കൊണ്ട് എന്നെ വിവാഹം കഴിച്ചെന്നാണോ? എന്നാൽ അങ്ങനൊന്നുമല്ല. നിങ്ങളുടെ വിവാഹത്തിന് മുമ്പ് ഞങ്ങൾ ഇഷ്ടത്തിലായിരുന്നു. അബ്ബാസിന് എന്നെ വിവാഹം കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. പിന്നീട് എന്റെ ഭർത്താവ് മരിച്ചെന്നറിഞ്ഞപ്പോ അവൻ ഓടിയെത്തിയതാണ്. എന്നോടുള്ള ഇഷ്ടം പറഞ്ഞ് വിവാഹം കഴിച്ചതാണ്. നിങ്ങള് അബ്ബാസിന്റെ ആദ്യ ഭാര്യയായിരിക്കും. പക്ഷേ അബ്ബാസിന്റെ ആദ്യ പ്രണയം ഞാനാണ്. വിവാഹവുമായി അബ്ബാസ് വന്നപ്പോ ആദ്യ വിവാഹം തലാക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അബ്ബാസ് അത് പോലും ചെയ്തേനെ. എന്റെ ഔദാര്യത്തിലാണ് നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഔദാര്യം പറ്റുന്നതിപ്പോൾ. നിങ്ങളാണ് ചാരിറ്റി. അത് കേട്ടതും അക്ഷരാർത്ഥത്തിൽ ബാനു ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. അബ്ബാസും ഉമ്മയും പറഞ്ഞതിന്റെ വിപരീതമാണ് സൈറ പറയുന്നത്. താൻ അറിഞ്ഞതും മനസ്സിലാക്കിയതുമെല്ലാം വെറും നുണക്കഥകൾ മാത്രമായിരുന്നു. അബ്ബാസ് നിർബന്ധിതാവസ്ഥയിൽ വിവാഹം ചെയ്തതല്ല. സൈറയെ ഇഷ്ടപ്പെട്ട് മനഃപൂർവ്വം വിവാഹം കഴിച്ചതാണ്. ബാനുവിന് അത് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ബാനു അബ്ബാസിനടുക്കൽ അന്നത് ചോദ്യം ചെയ്തു. പക്ഷെ അബ്ബാസ് ആകട്ടെ കഴിഞ്ഞ കാര്യത്തിന്റെ കുഴി തോണ്ടുന്നത് എന്തിനാണിനി എന്ന് പറഞ്ഞ് ബാനുവിനോട് ദേഷ്യപ്പെടുകയായിരുന്നു ചെയ്തത്. പിന്നീട് അങ്ങോട്ടേക്ക് ബാനു ആ വീട്ടിൽ 2ാം സ്ഥാനം മാത്രമുള്ള ആളായി പതിയെ പതിയെ മാറിക്കൊണ്ടിരുന്നു. 2 കൊല്ലത്തിനപ്പുറം അബ്ബാസും സൈറയും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ ബാനു ഉള്ളിൽ ദുഃഖിച്ചുകൊണ്ടിരുന്നു. സൈറയുടെ വീടും സൈറയുടെ പരിസരങ്ങളും എല്ലാം മെച്ചപ്പെട്ടു. ബാനുവിന്റേതാകട്ടെ ആകെ തളർന്നു വന്നുകൊണ്ടിരുന്നു. ബാനുവിന് അബ്ബാസിൽ നിന്ന് ആവശ്യത്തിന് സംസാരിക്കാനുള്ള സമയം പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. അബ്ബാസ് കൂടുതൽ സമയവും സൈറയ്ക്കൊപ്പമായിരുന്നു. സൈറയോട് ബാനുവിന് അസൂയ പോലും തോന്നി. വീട് നോക്കലും കുട്ടികൾ നോക്കലും മാത്രം ബാനുവിന്റെ ജോലിയായി. സൈറ അബ്ബാസിന്റെ കാര്യങ്ങൾ നോക്കും. ആ ഒരു സമയത്താണ് സൈറ ഗർഭിണിയാകുന്നത്. ആ ഒരു ടൈമിൽ ബാനുവിന്റെ ആനിവേഴ്സറിയും വന്നു. വെഡിങ് ആനിവേഴ്സറിക്കൊന്ന് പുറത്തു പോവാനും അബ്ബാസിനൊപ്പം സമയം ചിലവഴിക്കാനും ആഗ്രഹിച്ച് ബാനു അബ്ബാസിന്റെ ഓഫീസിലെത്തി. പക്ഷെ അബ്ബാസ് ആകട്ടെ എന്തോ മീറ്റിംഗിലായിരുന്നു. ബാനു അബ്ബാസിനോട് സംസാരിച്ചു. തനിക്ക് പുറത്തു പോകണമെന്നും കുറച്ച് സമയം തരണം, ഇവിടുത്തെ കാര്യങ്ങൾ കഴിയുന്നവരെ താൻ വെയിറ്റ് ചെയ്തോളാം എന്ന്
വരെ പറഞ്ഞു. പക്ഷേ അബ്ബാസിന് അതൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ആനിവേഴ്സറി അത്ര മഹത്വരമൊന്നുമല്ല എന്ന തരത്തിലായിരുന്നു സംസാരം. അബ്ബാസിനോട് താണുകീണു ബാനു അപേക്ഷിച്ചു. പക്ഷേ അബ്ബാസ് ബാനുവിനോട് വീട്ടിലേക്ക് പോവാനായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കൂട്ടത്തിൽ ദേഷ്യപ്പെടുകയും ചെയ്തു. താനിങ്ങനെ അവോയ്ഡ് ചെയ്യപ്പെടുന്നത് ബാനുവിന് സഹിക്കുന്നു പോലും ഉണ്ടായിരുന്നില്ല. അതും വെഡിങ് ആനിവേഴ്സറി ആയിട്ട് പോലും അബ്ബാസിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ സാധിക്കുന്നില്ല. അബ്ബാസിന്റെ ജീവിതത്തിൽ താൻ ഒന്നുമല്ല എന്ന മട്ടിൽ ബാനുവിന് തോന്നി. ദുഃഖത്തോടെ അന്ന് വീട്ടിലേക്ക് വന്ന അവൾ തന്റെ മക്കളെയും കൂട്ടി പെട്ടിയും പാക്ക് ചെയ്ത് തന്റെ വീട്ടിലേക്ക് പോയി. ഇതേ സമയം മറുവശത്ത് അബ്ബാസിനും ബാനുവിനോട് താൻ പറഞ്ഞത് കൂടിപ്പോയെന്നും ചെയ്യുന്ന പ്രവൃത്തികൾ തെറ്റാണെന്നും തോന്നിയിരുന്നു. അബ്ബാസ് ഒരു ബൊക്കെയൊക്കെ വാങ്ങി വീട്ടിലേക്ക് പുറപ്പെട്ടു. പക്ഷെ അബ്ബാസ് എത്തുന്നതിന് മുമ്പേ ബാനു മക്കളെയും കൂട്ടി പോയി കഴിഞ്ഞിരുന്നു. വീട്ടിലെത്തി അതറിഞ്ഞപ്പോ അബ്ബാസിന്റെ ദേഷ്യം വർദ്ധിക്കുകയായിരുന്നു ചെയ്തത്. ബാനുവിന്റെ സൈഡിൽ നിന്ന് അബ്ബാസ് ഒന്ന് ചിന്തിച്ചു പോലും നോക്കിയില്ല. ബാനുവിന്റെ വാപ്പ ഒരു ഉസ്താദായിരുന്നു. തന്റെ മകളെ മനസ്സിലാക്കി അദ്ദേഹം തന്റെ കൂടെ നിർത്തി. കുറച്ചു ദിവസത്തേക്ക് അബ്ബാസ് വിളിച്ചതേയില്ല. ഒടുവിൽ ബാനുവിന്റെ ഉമ്മ തന്നെ അങ്ങോട്ടേക്ക് വിളിച്ചു. പക്ഷേ അബ്ബാസ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: എന്റെ അനുവാദമില്ലാതെയാണ് ബാനുവും മക്കളും പോയത്. ബാനുവിനെയും മക്കളെയും നിങ്ങൾ അവിടെ തന്നെ നിർത്തിക്കോ. മക്കളുടെ ചെലവിന് ഞാൻ 400 രൂപ വെച്ച് അയക്കും. അക്കാര്യം വന്ന് ഉമ്മ ബാനുവിനോടും വാപ്പയോടും പറഞ്ഞു. ബാനു ആകെ ചോദിച്ചത് അബ്ബാസിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചോ എന്നായിരുന്നു. ഇല്ലെന്നായിരുന്നു ഉമ്മയുടെ മറുപടി. ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ബാനു തയ്ച്ചും മറ്റും വീട്ടിലെ ചിലവുകൾ കണ്ടെത്താൻ ശ്രമിച്ചു. ഒപ്പം വാപ്പയുടെ മദ്രസയിലെ വരുമാനവും ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും തികയുന്നുണ്ടായിരുന്നില്ല. അബ്ബാസിന്റെ പണം വരും. ഒരു തരത്തിൽ ജീവിതം മാനേജ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകും. കുറച്ച് മാസങ്ങൾ അബ്ബാസ് 400 രൂപ വെച്ച് അയച്ചുകൊണ്ടിരുന്നു. ബാനു പരാതികൾ ഒന്നും തന്നെ പറഞ്ഞില്ല. പക്ഷെ പെട്ടെന്ന് ആ പണമയക്കൽ അബ്ബാസ് അങ്ങ് നിർത്തി. അതോടെ വീട്ടു ചെലവൊക്കെ ആകെ കഷ്ടപ്പാടിലായി. തനിയെ 3 മക്കളെ വളർത്താൻ ബാനുവിനെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കാര്യങ്ങളൊന്ന് സംസാരിക്കാനും പറ്റിയാൽ കോംപ്രമൈസിലെത്താനും വേണ്ടി ബാനു അബ്ബാസിനെ കാണാൻ വേണ്ടി പോയി. കൂട്ടത്തിൽ ബാനുവിന്റെ വാപ്പയും ഉണ്ടായിരുന്നു. സൈറയ്ക്കൊപ്പം അബ്ബാസ് അങ്ങനെ ഇരിക്കുന്നതും അടുപ്പം കാണിക്കുന്നതുമൊക്കെ കാണുമ്പോൾ ബാനുവിന് വിഷമം തോന്നിയിരുന്നു. ഒടുവിൽ തനിച്ച് സംസാരിക്കാൻ അബ്ബാസിനോട് അവൾ അനുവാദം ചോദിച്ചു. അവരൊന്നിച്ചൊരു മുറിയിൽ നിന്ന് സംസാരിച്ചു. അബ്ബാസ് അപ്പോഴും തന്റെ ഭാഗത്തെ ന്യായങ്ങൾ പറഞ്ഞ് തന്നോട് പറയാതെ ബാനു പോയതിന്റെ പേരിൽ ബാനുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബാനു ക്ഷമ ചോദിച്ച് അങ്ങോട്ടേക്ക് വരും എന്നാണ് അബ്ബാസ് കരുതിയിരുന്നത്. പക്ഷേ തന്റെ അവകാശങ്ങൾ, തന്റെ ഡിഗ്നിറ്റി ഇതൊന്നും വേണ്ടെന്ന് വെക്കാൻ ബാനു ഒരുക്കമായിരുന്നില്ല. 400 രൂപ മക്കളുടെ ചെലവിന് മക്കളുടെ അവകാശമാണ് അബ്ബാസ് അയച്ചുകൊണ്ടിരുന്നതെന്നും അത് തുടർന്നും തരണമെന്നും ബാനു ആവശ്യപ്പെട്ടു. പക്ഷേ അബ്ബാസ് പറഞ്ഞു, നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിലേക്ക് പോയതാണ്. അതുകൊണ്ട് ഞാനൊരു പണവും തരാൻ പോകുന്നില്ല. ആ കുട്ടികൾ എന്റേതു മാത്രമല്ല നിങ്ങളുടേതും കൂടിയാണ്. നിങ്ങൾക്കും കുട്ടികളുടെ മേൽ അവകാശങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ബാനു തന്റെ ഭാഗം വ്യക്തമാക്കി. അന്ന് സങ്കടത്തിലും ദേഷ്യത്തിലുമായിരുന്നു ബാനുവിന് ആ വീട് വിട്ടിറങ്ങേണ്ടി വന്നത്. ഇതേസമയം മറുവശത്ത് ബാനുവും വാപ്പയും സംസാരിച്ചു. വാപ്പ ബാനുവിനോട് പറഞ്ഞു, ഇസ്ലാമികമായും അബ്ബാസ് ചെയ്യുന്നത് തീരെ ശരിയല്ല. മുമ്പിലേക്കുള്ള യാത്ര വളരെയധികം അപകടം പിടിച്ചതും ചലഞ്ചിങ്ങുമായിരിക്കും. ഒരിക്കൽ അങ്ങോട്ടേക്ക് കടന്നാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ല. അതുകൊണ്ട് ആലോചിച്ച് തീരുമാനമെടുക്കണം. മോൾ എന്ത് തീരുമാനിച്ചാലും വാപ്പ കൂടെ നിൽക്കും. കാര്യങ്ങൾ പറഞ്ഞ് തീർക്കാനും എല്ലാം ഒന്ന് ഒത്തുതീർപ്പിലെത്തിക്കാനും വേണ്ടി ബാനുവിന്റെ വാപ്പ അവിടുത്തെ കാസിയെ കാണാൻ ചെന്നു, മതപണ്ഡിതനെ. പക്ഷേ കാസി പറഞ്ഞു, ബാനു വീട് വിട്ടിറങ്ങിപ്പോയത് തീരെ ശരിയായില്ല. എനിക്കിക്കാര്യത്തിൽ മറ്റൊന്നും ചെയ്യാനുമില്ല. കാസിയുടെ സംസാരവും അയാളുടെ പെരുമാറ്റവും കേട്ടതോടെ തന്റെ മകൾക്ക് നീതി കിട്ടാനേ പോകുന്നില്ല എന്ന കാര്യം ബാനുവിന്റെ വാപ്പയ്ക്കും മനസ്സിലായി. ഏതറ്റം വരെയും മകളുടെ നീതിക്ക് വേണ്ടി പോകണം എന്ന ആ വാപ്പയ്ക്കും തോന്നി. ഒടുവിൽ ബാനു അതുതന്നെ തീരുമാനിച്ചു. കോടതിയിൽ പോകുക, മക്കളുടെ ചിലവ് ആവശ്യപ്പെട്ട് ഒരു കേസ് കംപ്ലൈന്റ് ചെയ്യുക. അങ്ങനെ അബ്ബാസിനെതിരെ കേസ് ഫയൽ ചെയ്ത് ബാനു കോടതിയിലെത്തി. ഈ വിവരം തന്റെ അസിസ്റ്റന്റ് മുഖേന അബ്ബാസും അറിഞ്ഞിരുന്നു. പക്ഷേ കോടതിയിൽ കേസ് വിളിച്ചതും ബാനുവിന് വേണ്ടി ഹാജരാവാൻ വക്കീലൊന്നും ഉണ്ടായിരുന്നില്ല. കോടതി നടപടികളെപ്പറ്റി ഒന്നും അറിയാത്ത ബാനു ജഡ്ജിനു മുമ്പിൽ തന്റെ അവസ്ഥയെപ്പറ്റിയും മക്കളെപ്പറ്റിയും ചിലവ് കിട്ടാത്തതിനെ പറ്റിയുമൊക്കെ പറഞ്ഞു. ആദ്യം നിങ്ങൾ വക്കീലുമായിട്ട് വാ, എന്നിട്ട് കേസ് പരിഗണിക്കാം എന്ന മട്ടിലായിരുന്നു കോടതി പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുസ്ലിം ലോ ബോർഡിന്റെ അടുത്താണ് അവർ പോവേണ്ടത് എന്നും കോടതി പറയുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ വക്കീലിനെ കൊണ്ടുവരാനും എന്നിട്ട് നിങ്ങൾ പറയുന്നത് കേൾക്കാം എന്നുള്ള നയമാണ് കോടതി സ്വീകരിച്ചത്. ബാനുവിന്റെ ദുഃഖം മൊത്തം വിശദീകരിച്ചു പറഞ്ഞപ്പോ അത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി വക്കീൽ
അതിലിടപെട്ടു. ബാനുവിന്റെ അടുക്കൽ താനാണ് ബാനുവിന്റെ വക്കീലെന്ന് കോടതിയോട് പറയാൻ അവർ ആവശ്യപ്പെട്ടു. ബേല ജെയിൻ എന്നായിരുന്നു അവരുടെ പേര്. പുരോഗമനവാദിയായ ഒരു അഡ്വക്കേറ്റാണ് അവർ. കൂട്ടത്തിൽ ഫറാസ് അൻസാരി എന്ന് പേരുള്ള അവരുടെ കൂട്ടാളിയുമുണ്ട്. സെക്ഷൻ 125ന്റെ കീഴിലുള്ള കേസ് ഫയൽ ചെയ്യപ്പെട്ടു. അബ്ബാസിന് നോട്ടീസും എത്തി. അതൊക്കെ കണ്ടതും അബ്ബാസ് അതിശയിക്കുകയായിരുന്നു ചെയ്തത്. ബാനു അത്രയും ധൈര്യം കാട്ടിയിരിക്കുന്നു. അതായിരുന്നു അബ്ബാസിന്റെ ചിന്ത. കൂട്ടത്തിലൊരു പുച്ഛവും. ഇതിനെയൊക്കെ എളുപ്പത്തിൽ താൻ നേരിട്ട് വിജയിക്കും എന്നായിരുന്നു മികച്ച വക്കീലായ അബ്ബാസ് ചിന്തിച്ചത്. പക്ഷേ സൈറ അപ്പോഴും പറഞ്ഞു, വെറുതെ ഈ വക്കീലും കേസും ഒന്നുമായി പോകണ്ട. 400 രൂപയല്ലേ അവർ ചോദിച്ചുള്ളൂ. നിങ്ങളുടെ ശമ്പളം വെച്ച് നോക്കുമ്പോ അത് വളരെ തുച്ഛമായ തുകയാണ്. അത് കൊടുത്തിതൊക്കെ അവസാനിപ്പിച്ചുകൂടെ? പക്ഷേ ഈഗോ ഹർട്ടായ അബ്ബാസ് അതിനൊന്നും തയ്യാറായിരുന്നില്ല. പക്ഷേ CRPC 125 ജയിലിൽ വരെ അബ്ബാസിനെ കൊണ്ടെത്തിക്കാൻ പാകത്തിന് ശക്തിയുള്ളൊരു നിയമമാണ്. അബ്ബാസിന് അത് അറിയാമായിരുന്നു. അതുകൊണ്ട് ബാനുവിനെ വിളിച്ച് എല്ലാം ഒന്ന് കോംപ്രമൈസിൽ എത്തിക്കാം എന്ന മട്ടിൽ അബ്ബാസിന്റെ ഉമ്മ ഇടപെട്ടപ്പോ അബ്ബാസും തൽക്കാലം അതിന് സമ്മതിച്ചു. അങ്ങനെ ബാനു അബ്ബാസിന്റെ വീട്ടിലെത്തി. എല്ലാം അവസാനിപ്പിക്കാനും കേസിൽ നിന്ന് പിന്മാറാനും അബ്ബാസിന്റെ ഉമ്മ ബാനുവിനോട് പറഞ്ഞു. പിന്നാലെ അബ്ബാസ് ബാനുവുമായി സംസാരിച്ചു. നീ കോർട്ടിലേക്കൊന്നും പോകാൻ പാടില്ലായിരുന്നു എന്ന മട്ടിൽ അബ്ബാസ് പറഞ്ഞപ്പോ, നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് മറ്റു വഴിയില്ലാതെ ഞാൻ പോയത് എന്നായിരുന്നു ബാനുവിന്റെ മറുപടി. അല്ല, അങ്ങനല്ലല്ലോ, നീ നിന്റെ അന്തസ്സൊക്കെ പറഞ്ഞല്ലേ അന്ന് ഇറങ്ങിപ്പോയത്. ബാനു മറുപടിയൊന്നും പറഞ്ഞില്ല. അബ്ബാസ് തുടർന്നു, ഞാൻ ഒരുപാട് ആലോചിച്ചു. നീ ചോദിച്ചല്ലേ സൈറയെ എന്റെ ഇഷ്ടപ്രകാരമാണോ ഞാൻ വിവാഹം ചെയ്തതെന്ന്, അവളെ ഞാൻ സ്നേഹിച്ചിരുന്നുവെന്ന്. എങ്കിൽ കേട്ടോ, ഞാൻ സ്നേഹിച്ചിരുന്നു. പൂർണ്ണ ഇഷ്ടത്തോടെയാ ഞാൻ അവളെ വിവാഹം ചെയ്തത്. എല്ലായ്പ്പോഴും ഞാൻ സൈറയെ പ്രണയിച്ചിരുന്നു. ബാനു അതൊക്കെ കേട്ട് ഞെട്ടലോടെ വല്ലായികയോടെ ഇരിക്കുകയാണ്. തൊട്ടുപുറകെ ഒറ്റ ശ്വാസത്തിൽ 3 തലാക്ക് ചൊല്ലി അതുവരെ കൊടുക്കാനുണ്ടായിരുന്ന 400 രൂപ മാസക്കണക്കിൽ കൂട്ടിവെച്ചത് കൊടുത്ത് അബ്ബാസ് എഴുന്നേറ്റ് പോയി. ഒറ്റ ശ്വാസത്തിൽ ഒരു വിവാഹമോചനം. സൈറയ്ക്കും അബ്ബാസിന്റെ ഉമ്മയ്ക്ക് പോലും കൺമുമ്പിൽ നടന്നത് വിശ്വസിക്കാൻ പറ്റിയില്ല. ബാനുവാകട്ടെ വല്ലാത്തൊരു ഷോക്കിലായിരുന്നു. തന്റെ ഭർത്താവ് ഇങ്ങനെ തന്നെ ഒറ്റ ശ്വാസത്തിൽ 3 തൊലാക്ക് ചൊല്ലി ഉപേക്ഷിക്കും എന്ന് ബാനു ചിന്തിച്ചിരുന്നേയില്ല. പിന്നാലെ ഇതിനെപ്പറ്റി സൈറയും ഉമ്മയും അബ്ബാസിനോട് ചോദിച്ചപ്പോ അബ്ബാസ് പറഞ്ഞു, ബാനു സെക്ഷൻ 125ന്റെ അടിയിലാണ് എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അവൾ എന്റെ ഭാര്യയായി നിൽക്കുമ്പോൾ മാത്രമേ ആ കേസ് വാലിഡ് ആവുകയുള്ളൂ. ഇപ്പോൾ തലാക്ക് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അവൾ എന്റെ ഭാര്യയല്ല. അതോടെ ഈ കേസ് എന്റെ മേൽ ബാധകമാവില്ല. മുസ്ലിം പേഴ്സണല്ലോ അങ്ങനാണ് പറയുന്നത്. ഇനി ബാനുവിന് ഒരു അവകാശവും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കില്ല. ബാനുവാകെ തകർന്നു പോയിരുന്നു. വേദനയോടെയാണ് അവൾ വീട്ടിലേക്ക് മടങ്ങിയത്. ഇനി എന്ത് ചെയ്യുമെന്ന് അവൾക്കൊരു പിടിയുമുണ്ടായിരുന്നില്ല. ആ സമയത്താണ് വിവരമറിഞ്ഞ് ബേലയും അൻസാരിയും ബാനുവിനെ കാണാനെത്തുന്നത്. അബ്ബാസ് ഇത്തരത്തിലേക്ക് നീങ്ങുമെന്ന് ഒരിക്കലും ബേലയും വിചാരിച്ചിരുന്നില്ല. ബേല അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോ ബാനു പറഞ്ഞു, ഇതൊരിക്കലും ഒരു വിവാഹമോചനമല്ല. ഇതിനെ തലാഖെ ബിദ്ദത്ത് എന്നാണ് പറയുന്നത്. അത് മനുഷ്യന്മാരുണ്ടാക്കിയ നിയമമാണ്. ദൈവത്തിന്റെ വിധിവിലക്കല്ല. ശരിയയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും ആ തലാഖ് നിലനിൽക്കില്ല. അത് കേട്ടതും ബേല ജൈന് വീണ്ടും ഒരു പ്രതീക്ഷ വന്നു. അതിനർത്ഥം ഇപ്പോഴും ബാനു അബ്ബാസിന്റെ ഭാര്യയാണെന്നാണ്. അങ്ങനാണെങ്കിൽ CRPC 125 നിലനിൽക്കും. കേസ് കോടതിയിൽ വാദിക്കാനും പറ്റും. അങ്ങനെ 1975 ആ കേസ് കോടതിയിലെത്തി. അലിഗാഹ് സെഷൻ കോർട്ടിലായിരുന്നു കേസ് ആദ്യം വാദിക്കപ്പെട്ടത്. അധികം വൈകാതെ വാദം ആരംഭിച്ചു. CRPC 125 പരിഗണിച്ച് തന്റെ ക്ലയന്റായ ഷാസിയ ബാനുവിന് അവർ ആവശ്യപ്പെട്ട പോലെ 400 രൂപ മെയിന്റനൻസ് അനുവദിക്കണം എന്ന് ബേല കോടതിയിൽ വാദിച്ചു. പക്ഷേ താൻ ബാനുവിനെ 3 മാസം മുമ്പ് തലാക്ക് ചൊല്ലി വിവാഹമോചനം നടത്തിയതാണെന്നും അതുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ല എന്നുമായിരുന്നു അബ്ബാസിന്റെ വാദം. പക്ഷേ അത് തലാഖെ ബിദ്ദത്താണെന്നും ആ തലാക്ക് നിലകൊള്ളില്ല എന്നും പല പണ്ഡിതരുടെയും വാക്കുകൾ എടുത്തു പറഞ്ഞ് ബേല ജെയിൻ വാദിച്ചു. അതോടെ ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണെന്നും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയെ പറ്റിയാണ് ഈ പറയുന്നതെന്നും ഇതുമായി ഈ സെഷൻ കോർട്ട് മുമ്പോട്ട് പോവരുത് എന്ന തരത്തിലും അബ്ബാസ് വാദിച്ചു. ജഡ്ജിയും അത് സസ്റ്റെയിൻ ചെയ്തു. ഈ സംഭവങ്ങളൊക്കെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ കീഴിൽ വരുന്നതാണ്. അതുകൊണ്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ ബേല തലാഖെ ബിദ്ദത്തിനെ പറ്റി പറഞ്ഞ് കൂടുതൽ മുമ്പോട്ട് വാദിച്ചു. ഇസ്ലാമിന്റെ യഥാർത്ഥ രീതിയിൽ വിവാഹമോചനം അഥവാ തലാഖ് ചൊല്ലുമ്പോൾ അതിന് 3 മാസത്തെ കാലാവധി വേണം. ഈ 3 മാസത്തിനിടയ്ക്ക് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും കോംപ്രമൈസിനും ഒരു ശ്രമങ്ങൾ നടത്തണം. ഇവിടെ അതൊന്നും തന്നെ നടന്നിട്ടില്ല. ഒറ്റ ശ്വാസത്തിൽ മുത്തലാഖ് ചൊല്ലുകയാണുണ്ടായത്. അത് ഇസ്ലാമികമായും തെറ്റാണ്. മാത്രമല്ല അബ്ബാസ് 2ാമത് വിവാഹം കഴിച്ചപ്പോ ബാനുവിനെ വിവരമറിയിച്ചിരുന്നില്ല. യഥാർത്ഥ രീതിയിൽ ബാനുവിന്റെ അനുവാദം വാങ്ങണം. മാത്രമല്ല 2 കുടുംബങ്ങളെയും ആ വിവാഹ വിവരം അറിയിക്കുകയും വേണം. ശേഷം മാത്രമേ മുസ്ലിമായ ഒരു ഭർത്താവിന് മറ്റൊരു ഭാര്യയെ വിവാഹം കഴിക്കാൻ സാധിക്കൂ. അതും 2 പേരെയും തുല്യ രീതിയിൽ പരിഗണിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. വിവരങ്ങളൊക്കെ ജഡ്ജ് വ്യക്തമായി കേട്ടു. പക്ഷേ സെൻസിറ്റീവ്
വിഷയമായതുകൊണ്ട് കൂടുതൽ ഇടപെടാൻ ജഡ്ജ് തയ്യാറായില്ല. ഈ വിഷയം പരിഹരിക്കപ്പെടേണ്ടത് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ കീഴിലാണെന്നും നിങ്ങൾ അങ്ങോട്ടേക്ക് പോവാനുമായിരുന്നു ജഡ്ജ് നിർദ്ദേശിച്ചത്. 1975 അങ്ങനെ മുസ്ലിം ബോർഡിന്റെ കീഴിൽ കേസ് വിചാരണയ്ക്ക് വന്നു. പക്ഷെ അവിടെയും ബാനു വിമർശിക്കപ്പെടുകയായിരുന്നു ചെയ്തത്. മതത്തെ നാണം കെടുത്താൻ വേണ്ടി, കമ്മ്യൂണിറ്റിയെ അപമാനപ്പെടുത്താൻ വേണ്ടി ബാനു കോടതിയിൽ പോയി എന്ന തരത്തിൽ ബാനുവിന് അവിടെ നിന്നും കാസിയുടെയും മറ്റും വിമർശനം കേൾക്കേണ്ടി വന്നു. പക്ഷേ ചെറുപ്പം മുതൽ ഖുർആൻ പഠിക്കുന്ന, അതിലെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരുന്ന ബാനു ഖുർആനിക വചനങ്ങൾ കൊണ്ട് തന്നെ അവർ പറഞ്ഞ കാര്യങ്ങളെ എതിരിട്ടു. പക്ഷേ ഒരു സ്ത്രീ അങ്ങനെ തങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നത് പോലും അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കാര്യങ്ങൾ രമ്യതയിലെത്തി അവിടെ പരിഹരിക്കപ്പെടില്ലെന്നും നീതി കിട്ടില്ലെന്നും ബോധ്യമായതോടെ തന്റെ മകളുമായി ബാനുവിന്റെ വാപ്പ അവിടെ നിന്നിറങ്ങിപ്പോന്നു. നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. കോടതിയിൽ വീണ്ടും കേസ് വന്നു. കേസ് അടുത്ത കോടതിയിലെത്തി. ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. കൂട്ടത്തിൽ പണമില്ലാത്തതിന്റെ കഷ്ടപ്പാട് ബാനു അത്യാവശ്യം നല്ല രീതിയിൽ അനുഭവിക്കാൻ ആരംഭിച്ചിരുന്നു. മക്കളുടെ ചിലവുകൾക്കും മറ്റും അവർ ഒരുപാട് ബുദ്ധിമുട്ടി. വർഷം 1979 അലിഗാഹ് കോർട്ടിൽ വാദം നടക്കുന്ന സമയം വിവാഹം ഒരു കോൺട്രാക്റ്റ് ആണെന്നും തൊലാക്ക് ചൊല്ലുന്നതോടെ ആ കോൺട്രാക്റ്റ് അവസാനിക്കുന്നുവെന്നും 2000 രൂപ താൻ ബാനുവിന് കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുത്തിട്ടാണ് താൻ തൊലാക്ക് ചൊല്ലിയതെന്നും അതോടെ ഭാര്യയും മക്കളുമായുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു എന്ന മട്ടിൽ അബ്ബാസ് വാദിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അപ്പോഴാണ് ബേല ജെയിൻ സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്ന 2 കേസിന്റെ കാര്യം എടുത്തു പറയുന്നത്. ബായ് താഹിറാവാസ സലീഹ് ഹുസൈൻ ഫിസൈലി, പിന്നെ മറ്റൊന്നും. അതിൽ കൃത്യമായി മുസ്ലിം ഡിവോഴ്സികൾക്കും CRPC 125ന്റെ അണ്ടറിൽ മെയിന്റനൻസിന് അർഹതയുണ്ട് എന്ന് വിധി വന്നിട്ടുണ്ട്. കരാർ പ്രകാരമുള്ള എന്ത് തന്നെ ഫുൾഫിൽ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും മെയിന്റനൻസ് അർഹതയാണ്, അവകാശമാണ്. മിസ്റ്റർ അബ്ബാസ് പറയുന്ന പോലെ അവിടെ ഡിവോഴ്സ് ചെയ്യപ്പെട്ട, തലാക്ക് ചൊല്ലപ്പെട്ട ഒരു ഭാര്യയ്ക്ക് അവകാശമില്ലാതാവുന്നില്ല. മെയിന്റനൻസ് കിട്ടുക എന്നത് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ആണ്. 1980 ആയപ്പോഴേക്കും അലിഗാഹ് സെഷൻ കോർട്ടിന്റെ വിധി വന്നു. പ്രത്യേക സാഹചര്യങ്ങളും വാദങ്ങളും ഒക്കെ മുഖവിലക്കെടുത്ത കോടതി ഷാസിയ ബാനുവിന് മെയിന്റനൻസ് അനുവദിച്ചു. പക്ഷേ അത് വെറും 22 രൂപയായിരുന്നു. ബാനു അത് കേട്ട് ഞെട്ടുകയാണ് ചെയ്തത്. ആകെ 22 രൂപയോ? ബേല ജെയിൻ ബാനുവിനെ ആശ്വസിപ്പിച്ചു. ഇതൊരു മോറൽ വിക്ടറിയാണ് ബാനു, നമുക്ക് ഇനിയും മുമ്പോട്ട് പോവാനുണ്ട്. പക്ഷേ മറുവശത്ത് ബാനു ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെടലുകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുകയായിരുന്നു. ബാനുവിന്റെ വാപ്പയുടെ മദ്രസയിൽ കുട്ടികളാരും പഠിക്കാൻ വരാതായി. സമൂഹത്തിൽ നിന്ന് അവർ ഒറ്റപ്പെടലുകൾ നേരിട്ടു. ബാനുവിനെതിരെ ചുവരെഴുത്തുകൾ പോലും രൂപപ്പെട്ടു. 1981 ആയപ്പോഴേക്കും അവരുടെ ഏരിയയിൽ ഹിന്ദു മുസ്ലിം കലാപം ആരംഭിച്ചിരുന്നു. പക്ഷേ സ്വന്തം കമ്മ്യൂണിറ്റി തന്നെ ഏറ്റവും വലിയ ശത്രുവായി ബാനുവിനെ കാണുമ്പോൾ ബാനുവിന്റെ ജീവൻ, മക്കളുടെ ജീവൻ അവിടെ കൂടുതൽ അപകടത്തിലായിരുന്നു. ബാനു അതുകൊണ്ട് തന്നെ അവിടം വിട്ടുപോവാൻ തീരുമാനിച്ചു. ബാനുവിന് പോവാൻ ആകെ ഒരിടമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അബ്ബാസിന്റെ വീടായിരുന്നു. അങ്ങോട്ടേക്കെത്തിയ ബാനുവിനെ അബ്ബാസ് ആദ്യം ചോദ്യം ചെയ്തു. പക്ഷേ നിലവിൽ ആ വീട് ബാനുവിന്റെ പേരിലാണ്. വിവാഹം കഴിഞ്ഞ സമയത്ത് അബ്ബാസ് അത് ബാനുവിന് എഴുതി കൊടുത്തിരുന്നല്ലോ. ബാനു അവിടെ താമസിക്കുന്നതിൽ അവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ നമുക്കൊരു സിവിൽ കേസും കൂടി ഫയൽ ചെയ്യാം എന്ന മട്ടിൽ കൂടെ വന്ന അഡ്വക്കേറ്റ് അൻസാരി പറഞ്ഞപ്പോ അബ്ബാസിനെ എതിർക്കാൻ പറ്റിയില്ല. അങ്ങനെ പണ്ട് സൈറ വന്ന് താമസിച്ച ബാനു ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത ആ ഔട്ട് ഹൗസ് തൽക്കാലത്തേക്ക് ബാനുവിന്റെ വീടായി മാറി. കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയായിരുന്നു. മെയിന്റനൻസ് കേസ് വിജയിച്ചതോടെ മുസ്ലിം പേഴ്സണൽ ബോർഡിലെ ഉന്നതാധികാരികൾ അബ്ബാസിനെ വിളിപ്പിച്ചു. ചെറിയൊരു പ്രശ്നം ഇത്രയും വളർന്ന് വഷളാക്കിയതിന് അബ്ബാസിനെ കുറച്ച് ശകാരിച്ചെങ്കിലും മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. സുപ്രീം കോർട്ടിൽ പോയി നേരത്തെ 2 മുസ്ലിം പെണ്ണുങ്ങൾ CRPC 125ൽ വിജയം നേടിയിട്ടുണ്ട്. ഇതിങ്ങനെ മുമ്പോട്ട് പോയാൽ മാരേജ് ലോസ്, അഡോപ്ഷൻ, ഇൻഹെറിറ്റൻസ്, പേഴ്സണൽ ലോസ് എല്ലാത്തിനുമേലും പല കടന്നുകയറ്റങ്ങൾ വരും. ഇതിപ്പോൾ വെറും ഒരു ഫാമിലി മാറ്റർ മാത്രമല്ല, മുഴുവൻ രാജ്യവും ഉൾപ്പെടുന്ന വലിയൊരു കേസാണ്. പക്ഷേ അബ്ബാസ് ധൈര്യത്തോടെ പറഞ്ഞു, മുഴുവൻ രാജ്യവും ഈ കേസിലേക്ക് വന്നാലും കുഴപ്പമില്ല, ഞാനിത് ധൈര്യത്തോടെ നേരിടും. കേസ് അടുത്ത കോർട്ടിലെത്തി. വാദങ്ങൾ തുടർന്നു. സുപ്രീം കോടതി വിധി ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ പവറിൽ ബേല ജെയിൻ വിജയിച്ചു. പക്ഷേ അത്തവണ ഒരുപാടൊന്നും വാദിക്കാൻ നിൽക്കാതെ വളരെ കൃത്യമായി അബ്ബാസ് ഖാൻ പിന്മാറുകയായിരുന്നു. 122 രൂപ വെച്ചിട്ടായിരുന്നു കോടതി അത്തവണ മെയിന്റനൻസ് അനുവദിച്ചത്. പക്ഷേ ഇതിനു പിന്നിൽ അബ്ബാസിന് മറ്റു ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു എന്ന കാര്യം അപ്പോൾ ആർക്കും മനസ്സിലായിരുന്നില്ല. അബ്ബാസിന് ഈ കേസ് സുപ്രീം കോടതിയിൽ എത്തിക്കണം. സുപ്രീം കോടതിയിൽ ഒരു വിധിയുണ്ടല്ലോ, ആ വിധി തിരുത്തണം. അങ്ങനെ സംഭവിച്ചാൽ ഇതുവരെ CRPC 125ന്റെ കീഴിൽ മുസ്ലിം സ്ത്രീകൾക്ക് കിട്ടിയിരുന്ന ആനുകൂല്യങ്ങൾ പൂർണ്ണമായും പിന്നീട് നിഷേധിക്കാം. കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിലേക്ക് നീങ്ങുന്നു എന്ന് കണ്ട സൈറ അബ്ബാസിനോട് സുപ്രീം കോർട്ടിലൊന്നും പോവരുത്, നിങ്ങളെക്കാൾ നന്നായി ഖുർആനും ശരിയയുമെല്ലാം ബാനുവിന് അറിയാമെന്ന് പറഞ്ഞു. പക്ഷേ അബ്ബാസ് അതൊന്നും ചെവികൊള്ളുന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് സൈറ തന്നെ ബാനുവിനടുത്തെത്തുന്നത്. സൈറ ബാനുവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ എന്തിനാ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്? സൈറ വലിയ ദേഷ്യത്തിലായിരുന്നു. പക്ഷേ ബാനു പറഞ്ഞു, വിവാഹം കഴിച്ച് അബ്ബാസ് നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ എനിക്ക് വിഷമമുണ്ടായിരുന്നു.
ആയിരുന്നു. പക്ഷേ എന്നിട്ടും ഞാൻ നിന്നെ അക്സെപ്റ്റ് ചെയ്തു. ശരിയാണ്, നിനക്ക് കിട്ടുന്ന പരിഗണനയും മറ്റും കണ്ടപ്പോ എനിക്ക് നിന്നോട് അസൂയയായിരുന്നു. പക്ഷെ അന്ന് നീ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതായത് ഞാനോരോ കാര്യങ്ങൾ ചെയ്തപ്പോ നിനക്കിഷ്ടപ്പെടാതിരുന്നപ്പോ നീ ചാരിറ്റിക്ക് വന്നതല്ല, നീയും അബ്ബാസിന്റെ ഭാര്യയാണെന്ന്. എന്തുകൊണ്ടാ നീ അത് പറഞ്ഞത്? നിന്റെ അന്തസ്സിന്, നിന്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചതുകൊണ്ടല്ലേ? എല്ലാവരും റെസ്പെക്ട് അർഹിക്കുന്നുണ്ട്. ഞാൻ അബ്ബാസിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പക്ഷേ സ്നേഹം മാത്രം മതിയാവില്ലല്ലോ. ഭാനുവിന്റെ ആ വാക്കുകൾ സൈറയ്ക്ക് നന്നായി മനസ്സിലാകുമായിരുന്നു. ഭാനുവിനോട് സൈറയ്ക്ക് സിമ്പതി പോലും തോന്നി, കൂട്ടത്തിൽ ഐക്യദാർഢ്യവും. ആ ഒരു സമയത്താണ് ഭാനുവിന്റെ പിതാവ് മരിക്കുന്നത്. ഭാനു ആകെ തകർന്നുപോയൊരു നിമിഷമായിരുന്നു. ആ കുലുക്കത്തിലും അവൾ പിടിച്ചു നിന്നു. വാപ്പയുടെ വസ്തുക്കൾ പരിശോധിക്കുമ്പോ മദ്രസ രജിസ്റ്ററിൽ കുട്ടികളുടെ പേര് വെട്ടി ആരുമില്ലാതായതും എല്ലാം അവൾ നോക്കിക്കണ്ടു. തന്റെ വാപ്പയായതുകൊണ്ട് മാത്രം അദ്ദേഹം അനുഭവിച്ച കഷ്ടപ്പാട് അവളുടെ ഉള്ളിലേക്ക് വന്നു. അവൾ ഖുർആൻ എടുത്തു. അതിനകത്ത് ഒരു കുറിപ്പ് അവളുടെ വാപ്പ വെച്ചിരുന്നു. ഭാനു, നീ ശരിയാണ് എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. ജീവിതം ഒരു തരത്തിൽ പച്ചപിടിപ്പിച്ച് ഭാനു മുമ്പോട്ടേക്ക് പോയി. പക്ഷെ അവിടെയും പഴയ പ്രശ്നമുണ്ടാക്കുന്ന മൊല്ലയായ അയൽക്കാരൻ പ്രശ്നത്തിനെത്തി. ഭാനു പക്ഷേ മിണ്ടാതിരിക്കുന്ന പഴയ വ്യക്തിയായിരുന്നില്ല. സ്ത്രീകളുടെ അവകാശങ്ങളെപ്പറ്റി ഖുർആനിലടക്കം പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നെടുത്തു പറഞ്ഞ് കൃത്യമായി അയാളുടെ വാക്കുകളെ പ്രതിരോധിച്ചു. ആശയങ്ങൾക്കും സംവാദത്തിനും മുമ്പിൽ വാക്കിടറിയപ്പോൾ അയാൾക്കാകെ ഉത്തരവിടാനുണ്ടായിരുന്നത് ഭാനുവിനെതിരെയുള്ള ഉപരോധമായിരുന്നു. കടക്കാരോടും തെരുവിലെ മറ്റുള്ളവരോടും സാധനങ്ങളൊന്നും ഭാനുവിന് വിൽക്കരുത് എന്ന മട്ടിൽ അയാൾ പറഞ്ഞു. പക്ഷേ സൈറ ഭാനുവിന്റെ സഹായത്തിനെത്തി. ഭാനുവിന് വേണ്ട പച്ചക്കറികളും മറ്റും കൊടുത്തു. ജീവിതം വീണ്ടും മുമ്പിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. പക്ഷേ പതിയെ പതിയെയാണെങ്കിലും അബ്ബാസിന് ചില കാര്യങ്ങൾ മനസ്സിലായി. തന്റെ മക്കൾ, ഭാനുവിന്റെ മക്കൾ തന്നെ അത്രയധികം ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് തന്നോട് എന്തോ ദേഷ്യമുള്ളതുപോലെയാണ്. അബ്ബാസിനതിൽ ദുഃഖമുണ്ടായിരുന്നു. ഭാനുവിനടുത്ത് ചെന്ന് അബ്ബാസ് അതിനെപ്പറ്റി സംസാരിച്ചു. അബ്ബാസിനെ ആദ്യത്തെ മര്യാദകളോടെ തന്നെ ഭാനു സ്വീകരിച്ചു. മാന്യമായ രീതിയിൽ തന്നെ അദ്ദേഹത്തോട് സംസാരിച്ചു. നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പൊരുത്തപ്പെട്ടു തരുവാൻ ഇന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അധികം വൈകാതെ കേസ് സുപ്രീം കോടതിയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. വർഷം 1983. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. അവിടെയും അബ്ബാസ് മുസ്ലിം പേഴ്സണൽ ലോ ഭരണഘടനാ പിന്തുണയോടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ട് കൃത്യമായി മുമ്പോട്ടേക്ക് പോയിട്ടുള്ളതാണെന്നും ശരിയാ നിയമങ്ങൾക്കും ഇസ്ലാമിക നിയമങ്ങൾക്കും എതിരായി മറ്റു വിധികൾ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ പല കാര്യങ്ങളിൽ ചർച്ചകൾ വന്നാൽ അത് ഒരു കമ്മ്യൂണിറ്റിയുടെ മൊത്തത്തിലുള്ള അവകാശങ്ങളെ, അവരുടെ വിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് തുല്യമാണെന്നും, എന്ത് വിശ്വാസത്തിന്റെ പേരിലാണോ അവരാ മതത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് ആ മതത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണെന്നും വലിയ തോതിൽ വാദിച്ചു. സ്വാതന്ത്ര്യാനന്തര കാലം മുതൽ അത്രയും കാലത്തോളം മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടതും ഇപ്പോഴും അത് തുടരുന്നതിൻ്റെതുമായ കാര്യങ്ങളുമെല്ലാം അബ്ബാസ് അതിൽ തന്റെ ഭാഗം ന്യായീകരിക്കാൻ കൂട്ടിച്ചേർത്തിരുന്നു. കൂട്ടത്തിൽ സുപ്രീം കോടതി മുൻവിധിച്ച കേസുകളും എടുത്തുപറഞ്ഞ് CRPC 125 പ്രകാരം അവർ സെക്യുലറിസം പറഞ്ഞ് അവകാശങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ തകർക്കപ്പെടുന്നത് മതവിശ്വാസങ്ങൾ കൂടിയാണ് എന്ന മട്ടിൽ പറഞ്ഞുവെച്ചു. അബ്ബാസിന്റെ വാദം അത്രമേൽ മികച്ചു നിന്നിരുന്നു. ആ വാദം കേട്ടാൽ അബ്ബാസ് പറയുന്നത് മാത്രമാണ് ന്യായം, അതാണ് ഇസ്ലാമിക നിയമം എന്ന് മാത്രമേ ആരും ചിന്തിക്കൂ. പരാജയഭീതി അൻസാരിയെയും ബേരാജേനെയും പോലും പിടികൂടിയിരുന്നു. 1984 ഭാനുവിന് തന്റെ ഭാഗം സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കാൻ കൃത്യമായ സാവകാശം ലഭിച്ചു. പരിഭ്രമത്തോടെയാണെന്ന് ആരംഭിച്ചതെങ്കിലും ഷാസിയ ബാനു കൃത്യമായ കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. ഖുർആനും വളരെ കൃത്യമായി ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞ് യഥാർത്ഥ മതവിശ്വാസങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് മനുഷ്യന്മാർ തീർത്തിട്ടുള്ള മതവിലക്കുകളെപ്പറ്റിയും തുടർന്നു പോരുന്ന അനാചാരങ്ങളെപ്പറ്റിയും ഒക്കെ ചൂണ്ടിക്കാണിച്ചു. വളരെ കൃത്യമായി ഷാസി ഒരു കാര്യം എടുത്തു പറഞ്ഞു. ഖുർആൻ തന്നെ പറയുന്നത് പഠിക്കുവാനാണ്, എല്ലാവരോടും പഠിക്കുവാൻ. അങ്ങനെയുള്ളപ്പോൾ ഖുർആൻ തന്നെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരിക്കുമ്പോൾ എന്തിനാണ് ഇവിടെ ഒരു മുല്ലയോ അല്ലെങ്കിൽ ഒരു കാസിയോ നിയമങ്ങൾ അവരുടേതായ രീതിയിൽ വിളിച്ചു പറയുന്നത്? ഖുർആനികമായ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞാൽ മാത്രം മതിയല്ലോ. താൻ ഈ പോരാട്ടം ആരംഭിക്കുമ്പോൾ ഒരിക്കലും ഇതിത്രമേൽ വലുതാകുമെന്ന് ചിന്തിച്ചിരുന്നില്ലെന്നും വളർന്ന് ഇതെന്നേക്കാൾ വലിയ നീതിക്കായുള്ള പോരാട്ടമായി മാറിയെന്നും നിറകണ്ണുകളോടെ ഷാസിയ ബാനു പറഞ്ഞു. കൂട്ടത്തിൽ സമൂഹത്തിൽ അതിന്റെ പേരിൽ താൻ ഒറ്റപ്പെട്ടതും തന്റെ കുടുംബം അനുഭവിച്ചതും സുപ്രീം കോടതിക്ക് മുമ്പിൽ വിവരിച്ചു. അബ്ബാസ് പറഞ്ഞുവെച്ച നിയമങ്ങളും ഉദാഹരണങ്ങളും തന്നെ എടുത്തു പറഞ്ഞ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കപ്പെട്ടപ്പോ എല്ലാവർക്കും തുല്യാർഹത കൊടുക്കുവാൻ വേണ്ടി ഗവൺമെന്റ് കൈക്കൊണ്ട കാര്യങ്ങളെപ്പറ്റി ഷാസിയ ബാനു എടുത്തു സംസാരിച്ചു. അങ്ങനെയൊക്കെയുള്ളപ്പോൾ ഡിവോഴ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ ഭാര്യയുടെയും മക്കളുടെയും കാര്യത്തിൽ
മുസ്ലിമായതുകൊണ്ട് മാത്രം ഒരു ഭർത്താവിന് ഉത്തരവാദിത്തമില്ല എന്ന വാദം എങ്ങനെയാണ് നിലകൊള്ളുക എന്ന കാര്യം അവർ എടുത്തെടുത്ത് ചോദിച്ചു. ഷാസിയ ബാനുവിന്റെ വാദങ്ങളും ഓരോ വാക്കും അത്രമേൽ പവർഫുൾ ആയിരുന്നു. അബ്ബാസ് ഖാന് പ്രതിരോധിക്കാൻ കഴിയുന്നതിനും അപ്പുറം അത് മികച്ചു നിന്നു. അടിച്ചമർത്തപ്പെട്ട എല്ലാ വിഭാഗങ്ങൾക്കും, പ്രത്യേകിച്ച് ഇസ്ലാമിലെ സ്ത്രീകൾക്കും വേണ്ടി ഷാസിയ ബാനു വാദിച്ചു. അതും ഖുർആനെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ. ഇസ്ലാമിക നിയമം വെച്ച് തന്നെ മുത്തലാഖ് അടുപ്പിച്ച് ചൊല്ലിയാൽ അവർ ശിക്ഷാവിധികൾ നേരിടേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ എത്ര ആണുങ്ങൾ ആ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഷാസിയ ബാനു എടുത്തു ചോദിച്ചു. ഏറ്റവും ഒടുവിലായി ഷാസിയ പറഞ്ഞു, ഞാനൊരുപാട് വായിച്ചു പഠിച്ചിട്ടുള്ള വ്യക്തിയല്ല, എന്നാലും എന്റെ അറിവ് വെച്ച് പറയാം. ഖുർആനിൽ പറയുന്ന, അത് മുമ്പോട്ട് വെക്കുന്ന ആശയമാണ് നമ്മുടെ ഭരണഘടനയും എടുത്തു പറയുന്നത്. തൊലാക്ക് ചെല്ലപ്പെട്ട ഓരോ സ്ത്രീയും അവരുടെ തുടർ ജീവിതത്തിന് കൃത്യമായ മെയിന്റനൻസിന് അർഹയാണ്. അത് ഉറപ്പുവരുത്തേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തവും. എന്റെ ഐഡന്റിറ്റി തന്നെ പലതരത്തിൽ എപ്പോഴും ചോദ്യം ചെയ്യപ്പെടാറുണ്ട്. ഞാനൊരു മുസ്ലിമാണ്, ഒപ്പം ഒരു ഇന്ത്യൻ സ്ത്രീയും. ഈ രാജ്യം എന്റേതു കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഇന്ത്യയുടെ പരമോന്നത കോടതിയിൽ നീതി അന്വേഷിച്ച് ഈ നിയമം ഇന്ത്യയിലെ മറ്റു സ്ത്രീകളെ പരിഗണിക്കുന്ന പോലെ തന്നെ എന്നെയും പരിഗണിക്കണം. എനിക്കും നീതി നൽകണം. എന്റെ വാപ്പ എന്നെയേറെ സ്നേഹിച്ചിരുന്നു. അത്രമേൽ സ്നേഹത്തോടെയാണ് ഷാസിയ ബാനു എന്ന പേര് അദ്ദേഹം എനിക്കിട്ടത്. ഇപ്പോൾ ആ പേര് പോലും ഞാൻ വിശ്വസിക്കുന്ന മതസമൂഹത്തിനിടയിൽ ഒരു ശാപവാക്ക് പോലെ ആയിരിക്കുന്നു. ഇന്നെന്റെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ, ഞാൻ പരാജയപ്പെട്ടാൽ, നാളെ ഒരുപക്ഷെ മുസ്ലിമായി ജനിക്കുന്ന മറ്റൊരു സ്ത്രീക്കും ഇന്ത്യയിൽ ചിലപ്പോൾ എന്റെ പേരിട്ടെന്ന് വരില്ല. അത് പറയുമ്പോൾ ബാനുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കോടതി മുറി അത്രമേൽ നിശബ്ദമായിരുന്നു. ബാനുവിന്റെ ഓരോ വാക്കുകളിലും അത്രനാൾ അവഗണിക്കപ്പെട്ട, കുറ്റപ്പെടുത്തപ്പെട്ട, ഒറ്റപ്പെടുത്തപ്പെട്ട, മതത്തിന്റെ വിധിവിലക്കുകൾ മാത്രം പറഞ്ഞ് അവകാശങ്ങളിൽ നിന്ന് പോലും അകറ്റി നിർത്തപ്പെട്ട മുസ്ലിം സ്ത്രീകളുടെ ശബ്ദം പ്രതിധ്വനിച്ചിരുന്നു. വർഷം 1985 സുപ്രീം കോടതി വിധി വന്നു. മുസ്ലിം പേഴ്സണൽ ലോയും സെക്ഷൻ 125 സൂക്ഷ്മമായി പരിശോധിച്ച സുപ്രീം കോടതി എല്ലാ മുസ്ലിം സ്ത്രീകൾക്കും അർഹമായ മെയിന്റനൻസിന് എല്ലാവിധ അവകാശവുമുണ്ട് എന്ന കാര്യം ഒന്നുകൂടി തീർച്ചപ്പെടുത്തി. ഇസ്ലാമിക നിയമത്തിന്റെ ഹയസ്റ്റ് അതോറിറ്റി ഖുർആൻ ആണെന്നും ഖുർആൻ മുൻനിർത്തി കൂടിയാണ് തങ്ങൾ ഈ വിധി പ്രഖ്യാപിക്കുന്നത് എന്നും അന്നത്തെ പ്രഖ്യാപനത്തിൽ ചീഫ് ജഡ്ജ് പറഞ്ഞിരുന്നു. കേസ് പൂർണ്ണമായും ഷാസിയ ബാനുവിന് അനുകൂലമായി വിധി വന്നു. അത് ഷാസിയ ബാനുവിന്റെ മാത്രം വിജയമായിരുന്നില്ല, മറിച്ച് മുത്തലാഖിലൂടെ ജീവിതം ത്യജിക്കപ്പെട്ട നിരവധി സ്ത്രീകളുടെ അവകാശ വിജയം കൂടിയായിരുന്നു. ഷാസിയ ബാനു വിജയത്തോടെ അന്ന് ആ കോടതിയിൽ നിന്നിറങ്ങുമ്പോൾ അബ്ബാസ് തന്റെ മുൻഭാര്യയെ സ്നേഹത്തോടെ ഒരു നോട്ടം നോക്കിയിരുന്നു. തന്റെ കോട്ടിൽ ചേർത്ത് വെച്ചിരുന്ന ഒരു റോസാപ്പൂവെടുത്ത് പൂർണ്ണ ബഹുമാനത്തോടെ അവൾക്ക് നീട്ടുന്നതായി കരുതിക്കൊണ്ട് അദ്ദേഹം അവിടുത്തെ മതിലിലേക്ക് വെച്ചു. പിന്നീടും ഷാസിയ ബാനുവിന്റെ ജീവിതം മുമ്പോട്ടേക്ക് പോയി. അവർ പെൺകുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു, അവരുടെ അവകാശങ്ങളെപ്പറ്റി ബോധ്യപ്പെടുത്തി. വീണ്ടും അവർ സമൂഹത്തോട് പറഞ്ഞു, ഇഖ്റ, ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയ വാക്ക് നിങ്ങൾ വായിക്കുക. ഷാസിയ ബാനു അന്ന് ആ കേസ് വിജയിച്ചപ്പോൾ യൂണിഫോം സിവിൽ കോഡിനെ പറ്റിയുള്ള ചർച്ചകൾ വീണ്ടും ഉടലെടുത്തിരുന്നു. പക്ഷേ 1986 ഗവൺമെന്റ് തീവ്രമതവാദികളുടെ ഗ്രൂപ്പുകളിൽ നിന്നും ഉയർന്ന പല ബഹളം കൊണ്ടും മറ്റും മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ആക്ട് പുറത്തിറക്കി. വിവാഹമോചനം നേടുന്ന സ്ത്രീകൾക്ക് ഇദ്ദ കാലാവധി, അതായത് ഡിവോഴ്സ് കഴിഞ്ഞ് 90 ദിവസം മാത്രം മെയിന്റനൻസ് നൽകിയാൽ മതി എന്ന തരത്തിൽ നിയമനിർമ്മാണം നടത്തി. 1985 ശേഷം പല കേസുകളും ഇക്കാര്യം പറഞ്ഞ് കോടതികളിൽ ചെന്നു. നിയമനിർമ്മാണം കൊണ്ട് തന്നെ പല കേസുകളും പരാജയപ്പെട്ടു. ഏറ്റവും ഒടുവിൽ 2019 അന്നത്തെ ഗവൺമെന്റ് പുതിയ നിയമനിർമ്മാണം നടത്തി. ഒറ്റശ്വാസത്തിലുള്ള മുത്തലാഖ്, അടുപ്പിച്ചു ചൊല്ലുന്ന മുത്തലാഖ് നിയമം പ്രകാരം നിരോധിച്ചു. അത് ക്രിമിനൽ കുറ്റമാക്കി. എല്ലാ മുസ്ലിം സ്ത്രീകൾക്കും കൃത്യമായ നീതി ഉറപ്പാക്കുന്ന പിന്തുണ നൽകി. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. യഥാർത്ഥ സംഭവകഥകളെ അടിസ്ഥാനമാക്കി ചിത്രീകരിക്കപ്പെട്ട ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.